അസ്സലാമു അലൈക്കും. ആയത്തുൽ കുർസി അൽ-ബഖറ സൂറത്തിലെ 225 ആയത്താണ് ആയത്തുൽ കുർസി. ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണിത്. എന്തിനെല്ലാം ഗുണങ്ങൾ ഇതിലുണ്ട്, എന്തെല്ലാം രഹസ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നോക്കാം. ഒന്നാമത്തെ കാര്യം സിഹറിന്. ആയത്തുൽ കുർസി ദിനം പ്രതി 40 പ്രാവശ്യം ഓതിയാൽ ആ വീട്ടിൽ ശൈത്താൻ കടക്കുകയില്ല. അതുപോലെ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്ത ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും. മറ്റൊന്ന്, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ചെയ്യേണ്ട കാര്യം ആയത്തുൽ കുർസി ദിനം പ്രതി 17 പ്രാവശ്യമോ 50 പ്രാവശ്യമോ 170 പ്രാവശ്യമോ അല്ലെങ്കിൽ 313 ഇതിലേതെങ്കിലും ഒരു സംഖ്യ കണക്കാക്കിയിട്ട് ഒരാൾ ഓതുകയാണെങ്കിൽ 2 ലോകത്തും വിജയം ലഭിക്കും. അതുമാത്രമല്ല, വരുമാനം വർദ്ധിക്കുകയും അവൻ അറിയാത്ത ഭാഗത്തു നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു അവനക്ക് വരുമാനം, അതായത് റിസ്കിനെ ഒക്കെ എത്തിച്ച് നൽകുകയും ചെയ്യും. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഒരുത്തന് അസുഖം വരുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ പെട്ടെന്ന് ഗുണം കിട്ടും എന്ന്. അതുപോലെ സയ്യിദ് മുഹദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ രാത്രിയിലും പകലും ആയത്തുൽ കുർസി 1000 പ്രാവശ്യം ഓതിയാൽ റിജാലുൽ ഗൈബുകളുമായി അവന് ബന്ധമുണ്ടാകുമെന്ന്. അപ്പോൾ ഓതിക്കൊണ്ടേയിരിക്കുക. തുടർന്ന് അസറിനും ളുഹറിനും ഏത് ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാലും ഇത് ഓതിക്കൊണ്ടേയിരിക്കുക. മറ്റൊന്ന്, മയക്കത്തിന് വേണ്ടിയിട്ട് മയങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ആയത്തുൽ കുർസി 11 പ്രാവശ്യം ഓതിയാൽ, അല്ലെങ്കിൽ ഓതിയിട്ട് ഒരു വെള്ളത്തിലേക്ക് ഊതിയ വെള്ളം തളിച്ചാൽ തന്നെ ആ ആളുടെ മയക്കത്തിൽ നിന്ന് തെളിവ് ലഭിക്കും. ഇനിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അമിത കോപം. ഒരുപാട് ദേഷ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഒരാൾക്ക് അതിരു കടന്ന ദേഷ്യം വന്നാൽ ആയത്തുൽ കുർസി ഓതി ഇടതുഭാഗത്തേക്ക് തുപ്പിയാൽ ശാന്തത കിട്ടും. അതുപോലെ ഹാജത്തിന് വേണ്ടിയിട്ട് ഷെയ്ഖ് അഹമ്മദ് ബുനി റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഒരാൾ നല്ല രാവിലെ എഴുന്നേറ്റ് വുളൂ ചെയ്ത് 4 റക്അത്ത് നിസ്കരിക്കണം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി ഓതി നിസ്കരിച്ച ശേഷം തുറന്ന സ്ഥലത്ത് നിന്ന് 2 കൈയും ഉയർത്തി താഴെ കൊടുക്കുന്ന ദുആയും ചേർത്ത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ദുആ ചോദിച്ചാലും ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമെന്ന് ദുആ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹങ്ങളുണ്ടാവും. പലർക്കും പല ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാനുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ ആയത്തുൽ കുർസി ഒരു 313 പ്രാവശ്യം ഓതി താഴെ കൊടുക്കുന്ന ദുആയും ചേർത്ത് ഓതി നിങ്ങൾ എന്ത് ചെയ്യുക, ആഗ്രഹത്തെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്നാൽ അത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് നിറവേറി കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുണ്ടായി, സൂറത്തുൽ ബഖറയുടെ ഒടുവിലത്തെ ആയത്തുകൾ അത്ഭുതങ്ങളുടെ കലവറയാണ് എന്ന്. 284, 285, 286 ഈ ആയത്തുകൾ ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ്. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒരിക്കൽ റബിയ ഇബ്നു അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഖുർആൻ വചനങ്ങളിൽ മഹത്വമുള്ളത് ഏതാണെന്ന്. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ആയത്തുൽ കുർസി. വീണ്ടും റബിയ ഇബ്നു അബ്ദുള്ള വീണ്ടും ചോദിച്ചു, താങ്കളെ പിൻപറ്റുന്നവർക്ക് താങ്കൾ ശുപാർശ ചെയ്യുന്ന വചനമേതെന്ന്. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സൂറത്തുൽ ബഖറയുടെ ഒടുവിലത്തെ 3 വചനങ്ങളായിരിക്കുന്നു. ഏതാണ്? 284, 285, 286 എന്നീ 3 ആയത്തുകൾ. അത് തുടർച്ചയായിട്ട് 3 ദിവസം ഒരു വീട്ടിൽ ഓതുകയാണെങ്കിൽ ആ വീട്ടിൽ ശൈത്താൻ പോലും അടുക്കുകയില്ല എന്നാണ്. അതുപോലെ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ. ആയത്തുൽ കുർസിയെയും സൂറത്തുൽ ബഖറ ഒടുവിലത്തെ ഈ 3 ആയത്തുകളും നിരന്തരമായി ഓതുകയാണെങ്കിൽ, എത്ര കഠിന ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടും ഇൻഷാ അല്ലാഹ്. അതുപോലെ കടം തീരുവാൻ, എത്ര വലിയ കടങ്ങളിലാണ് പെട്ട് കിടക്കുന്നതെങ്കിലും അതൊക്കെ തീർന്നു കിട്ടുവാൻ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുക. എന്നിട്ട് താഴെ കൊടുക്കുന്ന ഈ ഒരു ദുആയും ചേർത്ത് നിങ്ങൾ സൂറത്തുൽ അറാബിൻ്റെ 54, 55, 56 ആയത്തുകൾ കൂടി ഓതുക. എത്ര വലിയ കടമായിരുന്നാലും അള്ളാഹു തീർത്തു തരും.
ഇൻഷാ അല്ലാ തുടർച്ചയായിട്ട് ഓതണം എന്ന് മാത്രം. അള്ളാഹുവിനോട് ഭയഭക്തി ഉള്ളവരായിട്ട് നിസ്കാരം കളാതെ ഒക്കെ ചെയ്യാം. ഒപ്പം സലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാ.